നമസ്കാരം. പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ FD ആണ്. ആളുകൾ പലപ്പോഴും അവരുടെ ഹാർഡ് ഏൺഡ് മണി പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സേഫസ്റ്റ് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ പലപ്പോഴും അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ മെച്ചം തരുന്ന അതുപോലെ തന്നെ 100% സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചാണ്. 7 മുതൽ 8.5% വരെ ഇവയിൽ ചില സ്കീമുകൾ നിങ്ങൾക്ക് റിട്ടേൺ തരുന്നു. മാത്രമല്ല ചില സ്കീമുകൾ ടോട്ടലി ടാക്സ് ഫ്രീയുമാണ്. നിങ്ങൾക്ക് ലംസമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ല പ്രതിമാസം എന്ന രീതിയിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്കീമുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാണ് ഇത് തീർച്ചയായിട്ടും റിസ്ക് ഫ്രീ ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പലപ്പോഴും 6 മുതൽ 6.5% വരെ നമുക്ക് റിട്ടേൺ ലഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്കീമുകളിൽ നമുക്ക് 8.5% വരെ റിട്ടേൺ ലഭിക്കുന്ന തരത്തിലുള്ള സ്കീമുകൾ അവൈലബിൾ ആണ്. വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ ഈ സ്കീമുകളെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. 9 ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്തും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക. ബോസോള മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാഷ്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് തന്നെ വരികയാണ്. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ഈ 9 ഗവൺമെന്റ് സ്കീമുകളിൽ ആദ്യത്തേത്. സേഫ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് NSEയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. ഇതൊരു 5 വർഷത്തെ സ്കീമാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷനോ കാര്യങ്ങളോ റിസ്കോ ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അത് മാത്രമല്ല ഈ സ്കീമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ റീഇൻവെസ്റ്റ് ആവുന്നു. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൂ. ഇന്ത്യൻ പൗരന്മാരായിട്ടും വിദേശത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ, അതായത് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾക്ക് NSEയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. പോസ്റ്റ് ഓഫീസ് അംഗീകൃത ബാങ്കുകളിൽ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുമാത്രമല്ല ഓൺലൈൻ വഴിയും NSE അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ആരംഭിക്കാം. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 7.7%. ഇത് ആനുവലി കോമ്പൗണ്ട് ആയിട്ട് മെച്യൂരിറ്റി പീരീഡ് എത്തുന്ന സമയത്ത് അത് ഇൻവെസ്റ്റർക്ക് തിരികെ ലഭിക്കുന്നു. സോ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് നമുക്ക് 1,44,903 രൂപ തിരികെ ലഭിക്കുന്നു. ഇനി 5 ലക്ഷം രൂപയാണ് നിങ്ങൾ NSEയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് 7,24,517 രൂപ തിരികെ ലഭിക്കുന്നു. ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് റിഡക്ഷൻ ഉണ്ട്. അതുപോലെ ഇതിനകത്ത് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ്സ് ബോണ്ട് ആണ് മറ്റൊരു ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. FDയിൽ നിന്നും വിഭിന്നമായി ഇതിനകത്ത് മാർക്കറ്റ് റേറ്റിനനുസരിച്ച് പലിശ നിരക്കിൽ മാറ്റം വരുന്നു. ഇത് എല്ലാ 6 മാസം കൂടുന്നതും റിവൈസ് ചെയ്യപ്പെടുന്നു. അത് മാത്രമല്ല നേരത്തെ ഡിസ്കസ് ചെയ്ത നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ നിന്നും എല്ലാ സമയത്തും 0.35% വരെ ഇൻട്രസ്റ്റ് റേറ്റിൽ വർധനവുണ്ടാവും. അതായത് RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ്സ് ബോർഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴത്തേത് എന്ന് പറയുന്നത് 8.05%. ഇത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിനേക്കാളും 0.35% കൂടുതലാണ്. ഓരോ 6 മാസം കൂടുന്നോറും ഇതിൽ നിന്നും പേ ഔട്ട് ഉണ്ടാകുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപ RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ്സ് ബോർഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതിവർഷം ലഭിക്കുന്ന പലിശ ഏകദേശം 80,500 രൂപയോളം ഉണ്ടാകും. വർഷത്തിന്റെ പകുതിയാവുമ്പോൾ നടക്കുന്ന പേ ഔട്ടിൽ 40,250 രൂപ ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്നു. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കീമാണ് അടുത്തത് പറയാൻ പോകുന്നത് സുകന്യ സമൃദ്ധി യോജന അല്ലെങ്കിൽ SSY. നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു സേവിംഗ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സുകന്യ സമൃദ്ധി യോജന. ഒരു പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ആരംഭിക്കാൻ സാധ്യമാണ്. ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടിയത് 2 പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ ഈ ഒരു അക്കൗണ്ട് തുടങ്ങാൻ സാധ്യമായിട്ടുള്ളൂ. 8.2% സുകന്യ സമൃദ്ധി യോജനയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക്. ട്രിപ്പിൾ ടാക്സ് ഫ്രീ ആണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, ഇൻട്രസ്റ്റ്, മെച്യൂരിറ്റി ഈ 3 തരത്തിലുള്ള എമൗണ്ടിനും യാതൊരു തരത്തിലുള്ള ടാക്സും സുകന്യ സമൃദ്ധി യോജനയിൽ നൽകേണ്ടതില്ല എന്നതാണ് ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇത് തന്നെയാണ് ഈ ഒരു സ്കീമിനെ വളരെ പോപ്പുലർ ആക്കി എപ്പോഴും നിലനിർത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രതിമാസം 5,000 രൂപ സുകന്യ സമൃദ്ധി യോജനയിലേക്ക് 15 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 9 ലക്ഷം രൂപയായിരിക്കും. 21 വർഷത്തിന് ശേഷം, അതായത് പദ്ധതിയുടെ കാലയളവിന് ശേഷം 29.7 ലക്ഷം രൂപ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നു. ഇനി
പ്രതിമാസം നിങ്ങൾ 12,500 രൂപ, അതായത് സുകന്യ സമൃദ്ധി യോജനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ആയ 12,500 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 15 വർഷത്തേക്ക് മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഏകദേശം 22,50,000 രൂപയായിരിക്കും. അത് 21 വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്ന സമയത്ത് 74,30,00,000 രൂപയായിട്ടായിരിക്കും അത് തിരികെ ലഭിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 22.5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് അത് ഇരട്ടിയിലധികമായിട്ട് 74 ലക്ഷത്തോളം രൂപയായിട്ട് തിരികെ ലഭിക്കുന്നു. നോക്കൂ, ഈ ഒരു സ്കീമിന്റെ വലിയ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അത്രയ്ക്ക് ബെനിഫിറ്റ് നമുക്ക് തരുന്ന തരത്തിലുള്ള ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. ഇത് നമുക്കൊരു സെക്കൻഡ് സാലറി എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. അതായത് പ്രതിമാസം ഒരു വരുമാനം പോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നു. നമ്മൾ യാതൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു നിശ്ചിതമായിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രതിമാസ ഇൻകം, പ്രതിമാസ വരുമാനം എന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഒരു പദ്ധതി, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അല്ലെങ്കിൽ പോമിസ്. രണ്ട് രീതിയിലാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത്. ഒന്ന് സിംഗിൾ അക്കൗണ്ട് ആയിട്ടും, രണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയിട്ടും. സിംഗിൾ അക്കൗണ്ട് ആയിട്ടാണ് നിങ്ങൾ പോമിസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയും. നിങ്ങൾ ജോയിന്റ് അക്കൗണ്ട് ആയിട്ടാണ്, അതായത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ 2 സഹോദരന്മാർ 2 സുഹൃത്തുക്കൾ ജോയിന്റ് അക്കൗണ്ട് ആയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാക്സിമം 15 ലക്ഷം രൂപ വരെ പോമിസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 7.4% പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക്. ഇത് എല്ലാ മാസവും പേ ഔട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് 15 ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് 2 പേർ ചേർന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ പ്രതിമാസം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന തുക 9,250 രൂപയായിരിക്കും. 5 വർഷത്തേക്ക് ലഭിക്കുന്ന ടോട്ടൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് 5,55,000 രൂപയുമായിരിക്കും. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ SCSS ആണ് മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സീനിയർ സിറ്റിസൺസിന്, അതായത് മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഇത്. റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പ്രായമുള്ള ആളുകൾക്ക് വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് പണം വരുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 8.2% ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക്. എല്ലാ വർഷവും 3 മാസം കൂടുമ്പോഴാണ് ഇതിന്റെ പേ ഔട്ട് ഉണ്ടാകുന്നത്. അതായത് എവറി ക്വാർട്ടറിലായിരിക്കും ഇതിന്റെ പേ ഔട്ട് ലഭിക്കുന്നത്. 5 വർഷമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് 5 വർഷത്തിന് ശേഷവും ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ഒരു 3 വർഷം കൂടെ ഇൻവെസ്റ്റ്മെന്റ് തുടരാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണ് മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നൊക്കെ നമുക്ക് PF ലഭിക്കുന്നുണ്ടാകും. പക്ഷേ PF ഇല്ലാത്ത കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ആവശ്യമാണ്. പക്ഷേ PF ഇല്ലാത്ത കമ്പനികൾ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ഒഫീഷ്യൽ ഔപചാരികമായിട്ടുള്ള ജോലി ചെയ്യാത്ത ആളുകൾക്ക് പോലും PF ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അഥവാ PPF. കോമ്പൗണ്ടിങ്ങിന്റെ ഒരു പവറാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഇത്. 15 വർഷത്തെ ഒരു ലോക്ക് ഇൻ പീരീഡ് PPF-നകത്തുണ്ട്. അതുപോലെ തന്നെ പാർഷ്യൽ വിഡ്രോവൽ ഓപ്ഷൻ ഇതിനകത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു പെനാൽറ്റി കൊടുത്തുകൊണ്ട് പാർഷ്യൽ വിഡ്രോവലും ചെയ്യാനുള്ള ഓപ്ഷൻ PPF-ലുണ്ട്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ് PPF-ൽ ഉണ്ടാകുന്നത്. ഒരു വർഷം വെറും 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷം. കൂടാതെ PPF-ന്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 7.1%. കൂടാതെ ഇത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശയും മുതലും എല്ലാം ടാക്സ് രഹിതമാണ്. NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം ആണ് മറ്റൊരു ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഇതൊരു മാർക്കറ്റ് ലിങ്ക്ഡ് പെൻഷൻ പ്ലാൻ ആണ്. ഇക്വിറ്റി അഥവാ സ്റ്റോക്കിലേക്കും ഡെറ്റ് അഥവാ ബോണ്ടിലേക്കും ഈക്വൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണിത്. ഇതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് അത്ര ഫിക്സഡ് അല്ല. പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് 9 മുതൽ 12% വരെ റിട്ടേൺ NPS-ൽ നിന്നും ലഭിച്ചേക്കാം. ഇൻകം ടാക്സ് സെക്ഷൻ 80CCD1B പ്രകാരം അഡീഷണൽ 50,000 രൂപ ടാക്സ് ഡിഡക്ഷനും ഉണ്ടാവും. അടൽ പെൻഷൻ യോജന അഥവാ APY ആണ് മറ്റൊരു ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഇത് വളരെ ചെറിയ സേവിങ്സുകളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു ഗ്യാരണ്ടീഡ് പെൻഷൻ നമുക്ക് ഇതിൽ നിന്നും ലഭ്യമാണ്. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് അടൽ പെൻഷൻ യോജന. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 60 വയസ്സിന് ശേഷം പ്രതിമാസം 1000 രൂപ മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു സ്കീമാണിത്. പ്രധാനമായിട്ടും ടാക്സ് അടക്കാത്ത ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു സ്കീം ആരംഭിച്ചത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അടൽ പെൻഷൻ യോജന പ്രകാരം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. കിസാൻ വികാസ് പത്രയാണ് മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പണം വളരെ സേഫ് ആയിട്ട് ഡബിൾ ചെയ്യുന്നു അഥവാ ഇരട്ടിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഗവൺമെന്റ് നിങ്ങളോട് പറയും എപ്പോഴാണ് നിങ്ങളുടെ പണം ഡബിൾ ആവുന്നത് അല്ലെങ്കിൽ ഇരട്ടിക്കുന്നത് എന്ന്. 7.5% കിസാൻ വികാസ് പത്രയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക്. 115 മാസത്തിലാണ് ഈ പണം ഇരട്ടിക്കുന്നത്. അതായത് 9 വർഷവും 7 മാസവും കഴിഞ്ഞാലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ 5 ലക്ഷം രൂപ കിസാൻ വികാസ് പത്രയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 115 മാസത്തിന് ശേഷം, അതായത് 9 വർഷവും 7 മാസത്തിന് ശേഷവും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന എമൗണ്ട് 10 ലക്ഷം രൂപയായിരിക്കും, 5 ലക്ഷം രൂപയുടെ ഡബിൾ. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലാതെ ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള സേഫ് ആയിട്ടുള്ള മികച്ച പലിശ നിരക്ക് തരുന്ന ടാക്സ് ബെനിഫിറ്റ് ഉള്ള 9 സ്കീമുകളെ കുറിച്ചാണ്, 9 ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾക്ക് ഈ സ്കീമുകളെ കുറിച്ച് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ വരുമാനത്തിനും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള സ്കീം ഏതാണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.